ഇത്തരത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വരെ തോൽക്കേണ്ടത്. ഞാൻ ഈ ചിത്രം കാണിക്കുന്നുണ്ട്, ഈ ചിത്രം കാണുന്നുണ്ട്, ഇതിന്റെ വീഡിയോ ഉൾപ്പെടെയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ശാരീരികമായി പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. പ്രശാന്ത് കാണിച്ച ചിത്രത്തിലെ ആ സീൻ ഇതാണ്. വനിതാ മാധ്യമ പ്രവർത്തകയെ പ്രക്ഷോഭകരിൽ ഒരാൾ തോളിലൂടെ കൈയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? സമരം റിപ്പോർട്ട് ചെയ്യാൻ കാറിൽ വന്നിറങ്ങിയ ഈ മാധ്യമപ്രവർത്തകയോട് അവിടെയുണ്ടായിരുന്ന പ്രക്ഷോഭകരിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഗോദി മീഡിയയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നതല്ലേ എന്ന്. ഈ ചോദിച്ച ആളോട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഈ ലേഡി അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ആ ചോദിച്ച ആളെ തല്ലാൻ വേണ്ടി പായുകയും ചെയ്തപ്പോൾ ആ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകൻ ഈ മാധ്യമപ്രവർത്തകയെ തടഞ്ഞു വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രശാന്ത് വന്നിട്ട് പിന്നെ തോളിലൂടെ കൈയിട്ട് സമരക്കാരിൽ ഒരാൾ പിന്നെ വനിതാ പ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. എന്ത് പൊള്ളത്തരമാണ് പറയുന്നത്. നമുക്ക് ഈ കാഴ്ചയൊക്കെ ഈ സീനിലൂടെ കാണാം. ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ മനോരമ പോലൊരു മാധ്യമത്തിൽ ഒരു ഉളുപ്പും കൂടാതെ നുണ പറയാൻ BJPയുടെ ഒരു ജില്ലാ പ്രസിഡൻറ്റിന് കഴിയുമെങ്കിൽ അണികൾ അവസ്ഥ എന്താണ്? കണ്ണ് ചിമ്പിയാൽ ഇരുട്ടാകും. അത് നിങ്ങൾക്ക് മാത്രമാണ്, എല്ലാവർക്കും അതാവില്ല. എന്തൊരു പൊട്ടന്മാരാണല്ലേ ഇവർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.